ഹായ് ഫ്രണ്ട്സ്, സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെയേറെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നിർമ്മിതിയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതെ, ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജായ പാമ്പൻ പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മൾ. പാമ്പൻ ദ്വീപിലെ രാമേശ്വരത്തെ ഇന്ത്യൻ തീരവുമായി തമിഴ്നാട്ടിലെ മണ്ഡപത്തിൽ കണക്റ്റ് ചെയ്യുന്ന പാലമാണിത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1911 നിർമ്മാണം ആരംഭിച്ച് 14 ഫെബ്രുവരി 24 പാലം ഗതാഗതത്തിനായി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത്. 2010 മുംബൈയിലെ ബാന്ദ്ര ബോർലി സീ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് വരേക്കും ഇതായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സീ ബ്രിഡ്ജ്. ഇതിനപ്പുറത്ത് കാണുന്ന വലിയ പാലം അണ്ണൈ ഇന്ദിരാഗാന്ധി പാലമാണ്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇത് രാമേശ്വരത്തെ നാഷണൽ ഹൈവേ 49 കണക്റ്റ് ചെയ്യുന്നു. 1964 ഭീകരമായിട്ടുള്ള ചുഴലിക്കാറ്റിൽ കടൽപ്പാലത്തിന് വമ്പിച്ച കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായി. അപ്പോഴും അതിൽ പിന്നീടും പലതവണ റിപ്പയർ വർക്കുകൾ നടക്കുകയുണ്ടായിട്ടുണ്ട്. നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരൻ സാറിൻ്റെ നേതൃത്വത്തിൽ 2009 ഇതിനൊരു ബലപ്പെടുത്തൽ നടന്നു. ബലക്ഷയത്തെ തുടർന്ന് 2022 റെയിൽ ഗതാഗതം നിർത്തിവെച്ചു. ചെറിയ മത്സ്യബന്ധന കപ്പലുകളും ബോട്ടുകളൊക്കെ വരുമ്പോൾ ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിക്കാവുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. എന്നുവെച്ച് വലിയ പാസഞ്ചർ ഷിപ്പുകളൊന്നും ഇതിൽ പോകില്ല കേട്ടോ. അങ്ങനെ 2022 നിർത്തിവെച്ച റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത് 2025 ഏപ്രിലാണ്. സീ ലെവലിൽ നിന്ന് 41 അടി ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. 2.06 കിലോമീറ്ററാണ് പാലത്തിൻ്റെ നീളം. ഇനിയുള്ള കാഴ്ച രാത്രിയിലാണ്. നേരത്തെ റെയിൽ പാലത്തിൽ നിന്ന് നമ്മൾ കണ്ട ഇന്ദിരാഗാന്ധി പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ് ഞങ്ങൾ. ധാരാളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൂരെ കാണുന്നത് ഒരു പള്ളിയുടെ ഗോപുരമാണെന്നാണ് തോന്നുന്നത്. 2.34 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവർ പയ്യൻസ് വണ്ടി നിർത്തി. കാറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കാറ്റും കൊണ്ട് നടക്കാൻ തുടങ്ങി. തീരെ കുറച്ച് പേര് അങ്ങനെ ഞങ്ങളെപ്പോലെ നടക്കുന്നത് കണ്ടുള്ളൂ. ഇപ്പോഴും കടലിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. താഴെ ഒരു റോഡ് കാണുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി പാതയുടെ ഏകദേശം അവസാന ഭാഗമാണിത്. സന്ദർശകരായി വരുന്നവരുടെ കാറുകൾ മാത്രമാണ് സ്ലോ ആയി പോകുന്നുള്ളൂ. മറ്റുള്ള വാഹനങ്ങളൊക്കെ നല്ല വേഗതയിൽ തന്നെയാണ് പോകുന്നത്. രാമായണവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. മുൻപത്തെ വീഡിയോകളിൽ ഞാൻ അതേക്കുറിച്ച് പറയുകയുണ്ടായിരുന്നു. ലങ്കയിൽ നിന്ന് മടങ്ങി വരുന്ന വഴിക്ക് സീതാദേവിക്ക് ഇവിടെ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് ദാഹിച്ചു. അപ്പോൾ ശ്രീരാമൻ ഭൂമിയിലേക്ക് അമ്പെയ്ത് ശുദ്ധജലം വരുത്തി കൊടുത്തു എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള ഐതിഹ്യം. ഇനി അങ്ങോട്ട് ഞങ്ങൾ നടക്കുന്നതാണ് കാണുക. വീഡിയോ ഞാൻ മ്യൂട്ട് ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് അനന്തനീലമായ കടലാണ്. ഒന്നും കാണുന്നില്ല.
എൻ്റെ അമ്മേ, ദൂരെ ചെറിയ ചെറിയ വെളുത്ത പൊട്ടുകൾ കാണുന്നുണ്ട്. അത് ബോട്ടുകളാണ്, മീൻപിടുത്ത ബോട്ടുകൾ. ഈ ഇടതുഭാഗം കാണുന്നതല്ല കേട്ടോ, മനുഷ്യൻ്റെ പ്രതിഭയുടെ നല്ല വശങ്ങളാണ് ഇതൊക്കെ. കടല്, തിരമാലകൾ അടുത്ത് വരും. അപ്പുറത്ത് കാണുന്നത് റെയിൽപാളാണ്, റെയിൽപാളം. ആദ്യം കാണുന്നത് പഴയ പാലം, അതിനപ്പുറത്തുള്ളത് പുതിയ പാലം. റെയിൽപാളത്തിൻ്റെ ആ നടുവിലെ വെർട്ടിക്കലായിട്ട് ഉയർത്താൻ പറ്റുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് ആ കാണുന്നത്, ആ വെളിച്ചത്തിൻ്റെ ഒരു തുണ്ട്. നടത്തം നിർത്തി ഞങ്ങൾ പയ്യൻസിനെ വിളിച്ചു. അവൻ വണ്ടി കൊണ്ടുവന്നു, ഞങ്ങളങ്ങനെ തിരിച്ചു പോയി. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ പ്ലീസ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ഗുഡ് ബൈ. ശ്രീലത.